ഹായ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് SCERT വീക്ക്ലി റിവിഷൻ എക്സാം ആണ്. എല്ലാവരും അറ്റൻഡ് ചെയ്തോ? പിന്നെ വൈകുന്നേരം എക്സാം PDF നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, എക്സാമിന്റെ PDF. അപ്പോൾ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഞാൻ ഇപ്പോഴാണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ക്ലാസ് ഇവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് പഠിക്കാനുള്ള രണ്ട് ചാപ്റ്റർ എന്ന് പറയുന്നത് ദേശീയ പ്രസ്ഥാനവും കേരളവും എന്നുള്ള ആ ഒരു ചാപ്റ്ററും പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കാം ആ ഒരു ചാപ്റ്ററുമാണ്. ടോട്ടൽ 30 മാർക്കിന്റെ എക്സാം ആയിരുന്നു. 15 മിനിറ്റ് വെച്ചിട്ട് എക്സാം എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ ആൻസർ കീ ഒക്കെ ഒന്നുകൂടെ നോക്കി നോക്കാം. ഓക്കെ, ഒന്നുകൂടെ മനസ്സിൽ ഉറപ്പ് വരുത്തുക. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, അത് ഒന്നുകൂടെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: താഴെ തന്നിരിക്കുന്നവയിൽ ആരെയാണ് തിരുവിതാംകൂർ സൈന്യം കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്? ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഡച്ചുകാരാണ്. പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയുത്തരം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. മധ്യ കേരളത്തിലെ കോട്ടയം രാജകുടുംബാംഗമായിരുന്ന കേരളവർമ്മ പഴശ്ശിരാജ. അവിടെ ഒരു തെറ്റുണ്ടല്ലോ. എന്താണ്? മധ്യ കേരളം, വടക്കൻ കേരളം എന്നുള്ളതല്ലേ കറക്റ്റ് ആയിട്ടുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യൂല, ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അത്ര നല്ല രീതിയിൽ തന്നെ നമ്മൾ ക്ലാസ് എന്ത് ചെയ്തിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തെറ്റാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി, ആദ്യകാലങ്ങളിൽ മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. ശരിയാണ് അല്ലെ? ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായി. അതും എന്താണ്, ശരിയായിട്ടുള്ളതാണ്. ഇനി അടുത്തത്, ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം എന്നാണ്? 1792 മാർച്ച് 18. ഒരുപക്ഷെ ഡേറ്റ് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ പറഞ്ഞിരുന്നു ഡേറ്റ് കൂടെ ശ്രദ്ധിക്കണം എന്നുള്ളത്. മാർച്ച് 18 അല്ലെ? ഓക്കെ, 1792 രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓപ്ഷൻ സിയും കൊടുത്തിട്ടുണ്ട്, ഡിയും കൊടുത്തിട്ടുണ്ട്. ഇനി ഡേറ്റിൽ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ടെക്സ്റ്റിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് മാർച്ച് 18 എന്നുള്ളത്. കിട്ടിയല്ലോ. പഴശ്ശി സമരങ്ങൾ എന്നത് ആരുടെ പുസ്തകമാണ്? ആരുടേതാണ്? KKN കുറുപ്പ്. ഇതും കറക്റ്റ് ആയിട്ട് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബോക്സിലല്ല, അതിൽ നിന്നുള്ള ആ KKN കുറുപ്പിന്റെ പുസ്തകത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് പഴശ്ശി സമരങ്ങൾ എന്നുള്ളത് KKN കുറുപ്പിന്റെ പുസ്തകമാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചെടുക്കണം അല്ലെ? ഇനി, വൈക്കം ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുറന്നു കൊടുക്കപ്പെട്ട വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1925 നവംബർ 23. വൈക്കം ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുറന്നു കൊടുക്കപ്പെട്ട വർഷം 1925 നവംബർ 23. തിരുവിതാംകൂറിൽ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അവകാശം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചതാര്? ആരാണ്? ഉത്രം തിരുനാളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. കിട്ടിയല്ലോ. അതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റിയോ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് പറയാട്ടോ. സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് ആരാണ്? സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. ഇനി, കുണ്ട്ര വിളംബരം നടന്ന വർഷം ചോദിക്കുമ്പോൾ നമ്മൾ വർഷം മലയാളം നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല പലരും, എല്ലാവരും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് എക്സാമിന് മിക്കവാറും ഇങ്ങനെയാണ് വരാറുള്ളത് കേട്ടോ. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ മലയാള വർഷം മാസമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. 948 മകരം 1-നാണ്. ഓക്കെ. ഇനി, കുറിച്യ കലാപം നടന്ന വർഷം എന്നാണ്? 1812. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചതെന്ന് എന്നുള്ളതാണ് 1931 നവംബർ 1-നാണ് എന്നുള്ളത് അറിയാം അല്ലെ? ഓക്കെ. ഇനി, വരിക വരിക സഹചര്യ എന്ന ഗാനം എഴുതിയതാരാണ്? അംശി നാരായണ പിള്ളയാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ജനഹിത പരിശോധന നടത്താൻ തീരുമാനിച്ച താലൂക്ക് ഏതായിരുന്നു? പൊന്നാനി താലൂക്ക്. ഗാന്ധി ഏത് സംഭവത്തെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? ക്ഷേത്രപ്രവേശന വിളംബരം. ഗാന്ധി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യമായി സന്ദർശിച്ചത് എന്നാണ്? 1920.
നെക്സ്റ്റ്, മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയവരിൽ ഉൾപ്പെടാത്തത് ആരെന്ന് കണ്ടെത്താനാണ്. ഉൾപ്പെടുന്നതല്ല ചോദിച്ചിട്ടുള്ളത്, ഉൾപ്പെടാത്തത് ആരാണ്. ഇവിടെ ആലി മുസ്ലിയാർ ഉൾപ്പെടുന്നുണ്ട്, വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഉണ്ട്, MP നാരായണ മേനോനുണ്ട്. അപ്പോൾ ഉൾപ്പെടാത്തത് അബ്ദുറഹ്മാനാണ്. ഇനി മലബാർ കലാപം പ്രധാനമായും ബാധിച്ച സ്ഥലങ്ങളിൽ ഉൾപ്പെടാത്തത്. മലബാർ കലാപം പ്രധാനമായിട്ടും ബാധിച്ച സ്ഥലങ്ങൾ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി അല്ലെ. അപ്പോൾ ഉൾപ്പെടാത്തത് തലശ്ശേരി. ഇനി ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം എന്ന്. 1942 ഓഗസ്റ്റ് 9-നാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത്. KB മേനോൻ താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അല്ലെ, കീഴരിയൂർ ബോംബ് കേസ് അറിയാലോ. അടുത്തത്, ഐക്യ കേരള കൺവെൻഷൻ നടന്ന വർഷം ഏത്? ഐക്യ കേരള കൺവെൻഷൻ 1947. തേയില നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? നോർത്ത് പ്രഭു അല്ലെ. അതൊക്കെ ടെക്സ്റ്റിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. രണ്ടാം ഫിലാഡൽഫിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയുത്തരം നൽകുക. നമുക്ക് അറിയാം 3 ഫിലാഡൽഫിയ സമ്മേളനം അല്ലെ. ഏതൊക്കെയാണ്? ഒന്ന് 1774, പിന്നെ 1775, then 1776. അതിൽ 75 ഏതാണ്? ഏത്? ബ്രിട്ടീഷ് രാജാവിന് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ നൽകി. കറക്റ്റ് ആണ്. ജോർജ് വാഷിംഗ്ടണിനെ അമേരിക്കൻ സൈന്യത്തിന്റെ തലവനായി നിയമിച്ചു. ബ്രിട്ടനുമായി യുദ്ധം ആരംഭിച്ചു. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത്, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ആ ഒരു 3 കോട്ടും നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഏതാണ്? ആരാണ് പ്രസ്താവിച്ചത്? ജെയിംസ് ഓട്ടിസ് ആണ്. മൈ ജേർണി ടു ദി ഒഹായോ വാലി എന്നത് ആരുടെ കൃതിയാണ് എന്ന് കണ്ടെത്തുക. ആരുടേതായിരുന്നു? അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു, ജോർജ് വാഷിംഗ്ടണിൻ്റെത് അല്ലെ. ഓക്കെ, വടക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടവയിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? വടക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളാണ് കേട്ടോ. വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക സംസ്ഥാനങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ വടക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടവയിൽ നിന്നും ശരിയായത് കൃഷിയായിരുന്നു പ്രധാന മേഖല. ഇതെന്താണ്? തെറ്റാണ്. ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? തെക്കൻ അമേരിക്കൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിച്ചിരുന്നില്ല. അതെന്താണ്? അതവിടെ ശരിയാണ്. ഇനി പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായിരുന്നു. അതും കറക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ 2, 3 എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഒരുപാട് തവണ ചോദിച്ചതാണ്, തോമസ് ജെഫേഴ്സൺ. ഇതിലുള്ളതെല്ലാം എന്താണ്? PYK ആണ് കേട്ടോ. ഇനി എന്താണ്? ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയുത്തരം നൽകാനാണ്. ജോർജിയ ഒഴികെയുള്ള 12 കോളനികൾ പങ്കെടുത്തു. അതെന്താണ്? അവിടെ ശരിയായിട്ടുള്ളതാണ് അല്ലെ. പരാതികൾ പരിഹരിക്കപ്പെടുന്നത് വരെ ബ്രിട്ടനുമായുള്ള വ്യാപാരം നിർത്തിവെക്കാൻ തീരുമാനിച്ചു. അതും എന്താണ്? കറക്റ്റ് ആയിട്ടുള്ളതാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയുത്തരം നൽകാനാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ നിയമങ്ങളോടുള്ള എതിർപ്പ് കോളനികൾക്കിടയിൽ ഐക്യബോധം വളരുന്നതിന് ഇടയാക്കി. അതെന്താണ്? അത് ശരിയായിട്ടുള്ളതാണ് അല്ലെ. ഇനി ഈ ഐക്യബോധത്തിന്റെ പരിണിത ഫലമായി ഫിലാഡൽഫിയയിൽ കോളനിവാസികളുടെ പ്രതിനിധികൾ സമ്മേളിച്ചു. അതും എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ഇത്തരത്തിൽ സംഘടിപ്പിച്ച സമ്മേളനങ്ങൾ കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു. അതും എന്താണ്? കറക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ എ ഇവിടെ അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി ഒലീവ് ബ്രാഞ്ച് പെറ്റീഷനുമായി ബന്ധപ്പെട്ടത് ശരിയായത് തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ അല്ലെ. ബ്രിട്ടനുമായുള്ള യുദ്ധം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ രാജാവിനോടുള്ള തങ്ങളുടെ വിശ്വാസ്യത പ്രഖ്യാപിച്ചുകൊണ്ട് കോളനി നിവാസികൾ നൽകിയ പരാതി. എന്താണ്? അത് ശരിയായിട്ടുള്ളതാണ്. ഇതിലൂടെ 1765 ശേഷം പാസാക്കിയ നിയമങ്ങൾ പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഓക്കെ, അതും എന്താണ്? കറക്റ്റ് ആണ് അല്ലെ. സ്റ്റാമ്പ് നിയമമൊക്കെ ഓർമ്മയുണ്ട്. 1765 ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഇനി അടിമത്തം തെറ്റല്ലെങ്കിൽ മറ്റൊന്നും തെറ്റല്ല എന്ന് പ്രസ്താവിച്ചത് ആരാണ്? നമ്മുടെ ഇബ്രഹാം ലിങ്കൺ ആണ് അങ്ങനെ പറഞ്ഞത് അല്ലെ. അടിമത്തം തെറ്റല്ലെങ്കിൽ പിന്നെന്താ? മറ്റൊന്നും തെറ്റല്ല. ഇങ്ങനെ പ്രസ്താവിച്ചത് എബ്രഹാം ലിങ്കൺ ആണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ഇന്ന് റിവിഷൻ എക്സാമിന് SCERT ബേസ്ഡ് എക്സാമിന് ഉണ്ടായിരുന്നത്. എല്ലാവരും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഫുൾ മാർക്ക് സ്കോർ ചെയ്തോ അതല്ല 25 മാർക്കിന് മുകളിലുണ്ടോ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഏതായാലും തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. തെറ്റുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകൂടെ കുറച്ചും കൂടെ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തെറ്റുന്നതായിരിക്കും ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പിന്നീട് ഓർമ്മ ഉണ്ടാവുക. അപ്പോൾ തെറ്റിയവർ വിഷമിക്കൊന്നും വേണ്ട. അടുത്ത എക്സാമിന് എന്ത് ചെയ്യുക? ഒന്നുകൂടെ പഠിച്ചിട്ട് റെഡിയാക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.